ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്ററാണ് മേരെ ഛോട്ടാസ നിജി പുസ്തകാലയ. അപ്പം അതിൻ്റെ മീനിങ് ആണ് മൈ ലിറ്റിൽ പേഴ്സണൽ ലൈബ്രറി. അപ്പം ഇത് എഴുതിയിരിക്കുന്നത് ധർമ്മവീർ ഭാരതിയാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത്, അതായത് ബുക്കിൻ്റെ റീഡിങ്, നമുക്ക് ആർക്കും തന്നെ ഇപ്പോൾ റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ വളരെ കുറവാണ് അല്ലേ. അപ്പം റീഡിങ് ഹാബിറ്റ്സ് കാര്യങ്ങളും ഒരു ലൈബ്രറി എങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയാണ് ബുക്സ് വായിച്ചു തുടങ്ങിയത്, ബുക്സ് റീഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അദ്ദേഹം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ജൂലൈ 1989, അതായത് ജൂലൈ 1989 ബച്ചനെ की कोई उम्मीद नहीं थी, അതായത് രക്ഷപ്പെടും എന്നുള്ള യാതൊരു ഉമ്മീദ് എന്ന് പറഞ്ഞാൽ വിശ്വാസവും വേണ്ട. തീൻ ജബർദസ്ത് ഹാർട്ട് അറ്റാക്ക്, 3 വളരെ ശക്തമായ ഹാർട്ട് അറ്റാക്ക്. ഏക് കെ ബാത്ത് ഏക്, ഒന്നിന് പുറകെ ഒന്ന്. ഏക് തോ ഏസേ കി നബ്സ് ബന്ദ്, സാസ് ബന്ദ്, ധഡ്കൻ ബന്ദ്. ഒന്ന് ഇങ്ങനെയാണ് വന്നത്, അതില് നബ്സ്, നേഴ്സ് സ്റ്റോപ്ഡ് ആയിരുന്നു, ബ്രെത്ത് സ്റ്റോപ്ഡ് ആയിരുന്നു, അതേപോലെ ഹാർട്ടിന്റെ ബീറ്റും സ്റ്റോപ്ഡ് ആയിരുന്നു. ഡോക്ടർ ഒന്നെ ഘോഷിത് കർ ദിയ കി അബ് പ്രാൺ നഹീം രഹേ. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, ഇനി ഇദ്ദേഹത്തിന് പ്രാണനില്ല, അല്ലെങ്കിൽ ആയുസില്ല. पर डॉक्टर बोर्जस ने फिर भी हिम्मत नहीं हारी थी. പക്ഷെ ഡോക്ടർ ബോർജസ് അതിൽ നിന്നൊന്നും പിന്മാറിയില്ല. ഉन्होंने 900 വോൾട്ട് की ഷോക്ക് ദിയ. അദ്ദേഹം 900 വാട്ട്സിന്റെ ഒരു ഷോക്ക് തന്നു. ഭയാനക് പ്രയോഗം, വളരെ പേടിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണത്. ലേക്കിൻ वे बोले कि यदि यह मृत शरीर मात्र है तो दर्द महसूस ही नहीं होगा. അദ്ദേഹം അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഡെഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ വേദന ഉണ്ടാവുകയില്ല. पर यदि कहीं भी जरा भी एक कण प्राण शेष होगा तो हार्ट रिवाइव कर सकते हैं. അതായത് 1% ലൈഫ് ഈ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് റിവൈവ് ചെയ്ത് തിരിച്ചു വന്നേക്കാം. പ്രാൺ തോ ലോട്ടെ, പക്ഷെ അപ്പോൾ ആ ഒരു ഷോക്ക് നൽകിയതിന് ശേഷം ജീവൻ തിരിച്ചു വന്നു. पर इस प्रयोग में 60% ഹാർട്ട് സദാ കെ ലിയെ നഷ്ട ഹോ ഗയ. പക്ഷെ ഈ ഒരു ഷോക്ക് കൊടുത്തതിന്റെ കാരണം 60% ഹാർട്ട് എന്നേക്കുമായി നഷ്ടമായി. കേവൽ 40% ബച്ച, only 40% മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഉസ്മേം തീൻ അവരോധ്, അതിൽ തന്നെ ആ ഹാർട്ടിൽ തന്നെ 3 ബ്ലോക്കും ഉണ്ടായിരുന്നു. ഓപ്പൺ ഹാർട്ട് ഓപ്പറേഷൻ തോ കർണ ഹി ഹോഗ. അപ്പോൾ പറഞ്ഞു, എന്തായാലും ഓപ്പൺ ഹാർട്ട് സർജറി വേണം എന്ന് തന്നെ പറഞ്ഞു. സർജൻ ഹിച്ചക് രഹിതെ, പക്ഷേ സർജന് തന്നെ ഡൗട്ടായിരുന്നു. കേവൽ 40% ഹാർട്ട് ഹേ, ഓൺലി 40% ഹാർട്ടേ ഉള്ളൂ. അതിലെങ്ങനെയാണ് ഓപ്പൺ ഹാർട്ട് സർജറി? ഓപ്പറേഷൻ കെ ബാദ് നാ റിവൈവ് ഹുവാത്തോ, അതായത് ഓപ്പറേഷന് ശേഷം റിവൈവ് ചെയ്തില്ലെങ്കിലോ? तय हुआ कि अन्य विशेषज्ञों की राय ലേ ലീജായി. അതായത് അപ്പോൾ പിന്നെ ഒരു തീരുമാനം ആയി, അതായത് മറ്റ് സ്പെഷ്യലിസ്റ്റുകളോടും കൂടി ചോദിച്ചിട്ട് ഓപ്പറേഷനെ പറ്റി തീരുമാനിക്കാം എന്നുള്ളൊരു ഡിസിഷനിലെത്തി ഡോക്ടേഴ്സ്. തബ് കുച്ച് ദിൻ ബാദ് ഓപ്പറേഷൻ കി സോച്ചെങ്കെ. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും കൂടി ചിന്തിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഓപ്പറേഷനെ കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. തബ് തക് ഘർ ജാക്കർ ബിനാ ഹിലെ ഡുലെ വിശ്രം കരെ. അപ്പോഴേക്കും വീട്ടിൽ പോയിട്ട് അനങ്ങാതെ, ഒട്ടും തന്നെ അനങ്ങുകയോ ഒന്നും ചെയ്യാതെ വിശ്രമിക്കാൻ പറഞ്ഞു. ബഹരാൽ
ऐसी अर्धमृत्यु की हालत में വാപ്പസ് ഘർ ലായ ജാത്ത ഹെ. അങ്ങനെ ഈ ഒരു പകുതി മരണം സംഭവിച്ച ആ ഒരു അവസ്ഥയിലാണ് എന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. മേരി ജിദ് ഹേ കി बेडरूम में नहीं मुझे अपने किताबों वाले कमरे में ही रखा जाए. അപ്പോൾ എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എനിക്ക് ബെഡ്റൂമിൽ കിടക്കണ്ട, എൻ്റെ ബുക്സ് ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു റൂമിൽ എനിക്ക് കിടന്നാൽ മതിയെന്ന് എനിക്ക് വാശിയായിരുന്നു. വഹീലിട്ട ദിയാഗിയ, അവിടെ തന്നെയാണ് എന്നെ കിടത്തിയത്. ചൽന ബോൽന പഠന മന, അതായത് നടക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ബുക്സ് ഒന്നും തന്നെ വായിക്കാൻ പാടില്ല. ദിൻ ഭർ പടേ പടേ ദോ ഹി ചീസോം ദേഖ്ത. അങ്ങനെ അവിടെ കിടന്ന് ഒള്ളി 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണാനുണ്ടായിരുന്നു. കാരണം അന്ന് ടിവിയോ മൊബൈലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ബുക്സ് മാത്രമാണ് ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യമുള്ളത്. അപ്പൊ അതാണെങ്കിൽ ഇദ്ദേഹത്തിന് വായിക്കാനും കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ആകെ ആ റൂമിൽ കിടന്ന അദ്ദേഹം കാണാൻ കഴിയുന്നത്, പുറത്ത് ജനലിലൂടെ കാണാൻ കഴിയുന്നത് 2 മരങ്ങൾ മാത്രമാണ്. बाई ओर की खिड़की के सामने रह रहकर हवा में झूलते सुपारी के पेड़. അതായത് ലെഫ്റ്റ് സൈഡിലെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തു നിന്നുള്ള കാറ്റകത്തേക്ക് വരും. അവിടെ നിന്ന് കിടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ബീറ്റിൽ നട്ടിന്റെ ഒരു ട്രീ മാത്രമാണ്. ഛാൽദാർ പത്തെ, അതില് നല്ല ഇടതൂർന്ന ഇലകൾ ഉണ്ടായിരുന്നു. അന്തർ കമരെ മേ ചാരോ ഓർ ഫർഷ് से लेकर छत तक ऊंची किताबों से ठसाठस ബരി അൽമാരിയ. മാത്രവുമല്ല അകത്ത് മുറിയിലാണെങ്കിലോ 4 വശത്തും നിലം മുതൽ റൂഫ് വരെ ഉള്ള വലിയ വലിയ അലമാരികളാണ്. ആ അലമാരികൾക്കുള്ളിൽ നിറച്ചും പുസ്തകങ്ങൾ അല്ലെങ്കിൽ ബുക്സ്. ബച്പൻ മേ परी कथाएं में जैसे पढ़ते थे कि राजा की प्राण उसके शरीर में नहीं തോത്തെ में रहते थे. അതായത് ചെറുപ്പത്തിൽ ഇദ്ദേഹം ആ കഥകൾ വായിക്കുമ്പോൾ ഫെയറി ടെയിൽസിലെല്ലാം വായിച്ചിരുന്നു. ഒരു രാജാവിൻ്റെ പ്രാണൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലല്ല, അദ്ദേഹം വളർത്തുന്ന ഒരു തത്ത അല്ലെങ്കിൽ പാരറ്റിലാണ് ഉണ്ടായിരുന്നത്. വേസേ ഹി ലഗ്താ താ കി മേരെ പ്രാൺ ഇസ് ശരീർ സേ തോ നിക്കൽ ചുഹേ ഹെ. അപ്പോൾ എനിക്കും പലപ്പോഴും തോന്നിയിരുന്നു, എൻ്റെ ജീവനും എൻ്റെ ശരീരത്തിൽ നിന്നും അടർന്ന് പോയിരിക്കുന്നു. വേ പ്രാൺ ഇൻ ഹസാരോം കിതാബേമേ, അതായത് എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ പ്രാണൻ ഈ 1000കണക്കിന് പുസ്തകത്തിലാണ് അല്ലെങ്കിൽ ബുക്സിലാണ് ഉള്ളത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. മേം बसे है जो पिछले 40-50 बरस में धीरे धीरे मेरे पास ജമ ഹോത്തെ ഗേ. അതായത് ഈ ബുക്സ് എല്ലാം തന്നെ കഴിഞ്ഞ 40-50 വർഷങ്ങൾ കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ ശേഖരിച്ചതാണ്, എൻ്റെ കയ്യിൽ ശേഖരിക്കപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കേസെ ജമ ഹുയി സങ്കലൻ കി ശുരുവാത് കേസെ ഹുയി, അതായത് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഇത്രയും അധികം പുസ്തകങ്ങൾ വന്നത്, ഈ പുസ്തകത്തിന്റെ കളക്ഷൻ എങ്ങനെയാണ് ഞാൻ ആരംഭിച്ചത്. യഹ് കഥ ബാദ് മേ സുനാവുക, ഈ കഥ ഞാൻ പിന്നീട് പറയാം. പഹലെ തോ യഹ് ബതാന ജരൂരി ഹെ കി കിതാബേं पढ़ने और സഹേജനെ കാ ഷോക്ക് കേസെ ജഗ. അതായത് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഞാൻ എങ്ങനെയാണ് ഈ ബുക്സ് വായിക്കാൻ തുടങ്ങിയതും പിന്നീട് അത് ശേഖരിക്കുന്നത് എൻ്റെ ഒരു ഹോബിയായി മാറിയതും എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ബച്പൻ കി ബാത് ഹെ, വളരെ ചെറുപ്പത്തിലുള്ള കാര്യമാണ്. ഉസ് സമയ ആര്യ സമാജ് കി സുധാർവാദി ആന്തോലൻ അപ്നെ പർ ജോർ പർത്ത, അതായത് വളരെ പണ്ടത്തെ കാര്യമാണ്, എൻ്റെ ചെറുപ്പകാലത്തെ കാര്യമാണ്. ആ സമയത്ത് ആര്യ സമാജിന്റെ റിഫോമിസ്റ്റ് മൂവ്മെന്റ് വളരെ പീക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേരെ പിത ആര്യ സമാജ്
റാണി മണ്ഡി കെ പ്രധാൻ थे. എൻ്റെ അച്ഛനാണെങ്കിൽ അച്ഛൻ ആ സമയത്ത്, എൻ്റെ ഫാദർ ആ സമയത്ത് ആര്യ സമാജ് റാണി മണ്ഡിയുടെ ഹെഡ് ആയിരുന്നു. और माँ स्त्री शिक्षा के लिए ആദർശ കന്യാ പാഠശാല की സ്ഥാപന की थी. അതേപോലെ തന്നെ എൻ്റെ അമ്മ, എൻ്റെ മദർ ആ സമയത്ത് സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശ കന്യാ പാഠശാല എന്നൊരു മൂവ്മെന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. पिता की अच्छी खासी सरकारी नौकरी थी. बर्मा रोड जब बन रही थी तब बहुत कमाया था उन्होंने. അതായത് അച്ഛന് നല്ലൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു. ബർമ റോഡ് പണിയുന്ന സമയത്ത് അദ്ദേഹം നന്നായി സമ്പാദിച്ചിരുന്നു. ഈ ഏൺഡ് എ ലോട്ട്. लेकिन मेरे जन्म के पहले ही गांधी जी की आह्वान पर उन्होंने सरकारी नौकरी छोड़ दी थी. അതായത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം അദ്ദേഹം തന്റെ സർക്കാർ ജോലി ഉപേക്ഷിച്ചിരുന്നു. ഹം ലോഗ് ബഡേ ആർथिक കഷ്ടോം സെ ഗുസർ രഹേ थे. ഞങ്ങൾ വളരെ വലിയ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിൽ കൂടി കടന്നു പോവുകയായിരുന്നു. ഫിർ ബി ഘർ മേ നിയമിത് പത്രികായേം ആതി थी. എങ്കിലും വീട്ടിൽ ഒരുപാട് ബുക്സും പേപ്പേഴ്സും വീക്ക്ലീസും എല്ലാം വന്നുകൊണ്ടിരുന്നു. അതിൽ കുറച്ച് വീക്ക്ലീസിന്റെ പേരാണ് ഇവിടെ പറയുന്നത്. ആര്യമിത്ര സപ്താഹിക, അതായത് ആര്യമിത്ര എന്ന് പറയുന്ന വീക്കിലി, വേദോദം, സരസ്വതി, ഗ്രഹിണി ഓർ ദോ ബാലക് പത്രികായം, അതായത് അതുകൂടാതെ 2 കുട്ടികൾക്കുള്ള വീക്ക്ലീസും ഉണ്ടായിരുന്നു. മേരേലി, അതെനിക്ക് വേണ്ടിയിട്ടായിരുന്നു. ബാൽ സഖ ഓർ ചംചം, ബാൽ സഖായും ചംചമുമായിരുന്നു ആ 2 എണ്ണം. ഉന്മേം ഹോത്തി थी, അതിൽ ഉണ്ടായിരുന്നത് പരിയോം രാജ്കുമാരിയോം ദാനവും और സുന്ദരി രാജകന്യാവും की कहानी और രേഖാചിത്രം. അതായത് ആ ബുക്സിൽ ഉണ്ടായിരുന്നത് കൂടുതലും പരിയോം, ഫെയറീസിനെ കുറിച്ചും രാജകുമാരിമാരെ കുറിച്ചും അതേപോലെ രാക്ഷസന്മാരെ കുറിച്ചും ഓർ സുന്ദരി രാജകന്യാവും की कहानी, അതേപോലെ നല്ല സുന്ദരികളായ രാജകന്യകളുടെ കഥകളുമാണ് ആ പുസ്തകത്തിൽ, ആ ബുക്കിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം നല്ല പടം വരച്ചും രേഖാചിത്രമായിട്ടും കാണിച്ചിരുന്നു. മുझे पढ़ने की चाट लग गई. അങ്ങനെ എനിക്ക് വായിക്കാൻ, ബുക്സ് വായിക്കാനുള്ള അഡിക്ഷൻ അങ്ങനെയാണ് എനിക്ക് ഉണ്ടാവുന്നത്. ഹർ സമയം പഠിത്താ രഹത്താ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. ഖാന ഖാത്തെ സമയം थाली के पास പത്രികായം രക്കർ പഠിത്താത്ത, അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ പാത്രത്തിന്റെ അടുത്ത് ഞാൻ ബുക്സ് വെച്ചിട്ടാണ്, ബുക്സ് അടുത്ത് വെച്ച് ഞാൻ വായിച്ചു കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്നി ദോനോ പത്രികായം കെ അലാവ സരസ്വതി ഓർ ആര്യമിത്ര പത്നി കി കോശിഷ് കർത്തി थी. എനിക്കുള്ള ആ 2 ബുക്സ്, അതായത് ആ 2 ബാലപത്രിക കൂടാതെ ഞാൻ സരസ്വതിയും ആര്യമിത്രം കൂടി വായിക്കാൻ ശ്രമിച്ചിരുന്നു. ട്രൈ ടു റീഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഗർമേ പുസ്തകം ഭീതി, എൻ്റെ വീട്ടിൽ അതുകൂടാതെ ബുക്സും ഉണ്ടായിരുന്നു. ഉപനിഷിദോം ഓർ ഉൻകെ ഹിന്ദി അനുവാദ്, അതായത് ഉപനിഷിദുകളും അതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷനുമായിരുന്നു ഉണ്ടായിരുന്നത്. സത്യപ്രകാശ് എന്നാണ് ആ ഹിന്ദി ഉപനിഷത്ത് ട്രാൻസ്ലേഷന്റെ പേര്. സത്യാർത്ഥ് പ്രകാശ് के खंडन मंडन वाले अध्याय पूरी तरह समझ तो नहीं पाता था. അതായത് സത്യാർത്ഥ് പ്രകാശ് എന്ന് പറയുന്ന ആ ഉപനിഷത്ത് ട്രാൻസ്ലേഷൻ വളരെ ഡിഫിക്കൾട്ടായിരുന്നു. അതെനിക്ക് പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല. पर पढ़ने में मजा आता था, പക്ഷെ വായിക്കാൻ നല്ല രസമായിരുന്നു. मेरे प्रिय पुस्तक थी സ്വാമി ദയാനന്ദ് की एक जीवनी, അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടിരുന്ന പുസ്തകമായിരുന്നു സ്വാമി ദയാനന്ദിന്റെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം. രോചക്
ശൈലിമേം ലിഖി ഹുയി. അതായത് വളരെ രസകരമായ ശൈലിയിലാണ് അത് എഴുതിയിരുന്നത്. ഉനിക്കെ ചിത്രം സേ സുചിത്, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു. वे तत्कालीन पखवाड़ों के विरुद्ध अदम्य साहस ദിഖാനെ വാലി അദ്ഭുത വ്യക്തിത്വ थे. അതായത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കിന്റെ സ്റ്റൈലിൽ ആ സമയത്തുള്ള ഹിപ്പോക്രസിനെ എതിർക്കുന്ന ഒരു ക്രിട്ടിക്കായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വളരെ അത്ഭുതകരവും റിമാർക്കബിളുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് സ്വാമി ദയാനന്ദിനെ തോന്നിയിട്ടുണ്ട്. കിത്തനെ ഹി രോമാഞ്ചക് ഘടനാएं थी. ആ ബുക്കിൽ എന്തെല്ലാം ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഉണ്ടായിരുന്നത്. ഉൻകെ ജീവൻ കി ജോ ബഹുത് പ്രഭാവിത് കർത്തി थे. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ചൂഹെ കോ ഭഗവാൻ കാ ഭോഗ് ഖാത്തെ ദേഖർ മാൻ ലേന കി പ്രതിമായെ ഭഗവാൻ നെഹി. അതായത് റാറ്റ്സ് ആ ബുക്കിൽ എഴുതിയേക്കുന്നതാണ്. റാറ്റ്സ് ദൈവത്തിന് വെച്ചിട്ടിരിക്കുന്ന ഓഫറിങ്സ് അല്ലെങ്കിൽ നിവേദ്യങ്ങൾ എടുത്ത് കഴിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളൊന്നും ദൈവമല്ല എന്നുള്ള ആ ഒരു ചിന്തയും ഖർച്ചോടുക്കർ ഭാഗ്ജാന, പിന്നെ വീട് ഉപേക്ഷിച്ച് പോകുന്നതും, തമാം തീർത്ഥം അതായത് ജംഗ്ലോം ഗുഫായേം ഹിംശിഖരോം പർ സാധുവോം കെ ബീച്ച് ഘൂംന, അതായത് വീട് ഉപേക്ഷിച്ച് പോകുക, തീർത്ഥാടന കേന്ദ്രങ്ങളിലും കാടുകളിലും ഗുഹകളിലും വലിയ മഞ്ഞു മൂടിയ കൊടുമുടികളിലും ഋഷികളുടെ ഇടയിൽ വാണ്ടർ ചെയ്യുകയും ഓർ ഹർ ജഗ ഇസ്കാ തലാഷ് കർണ, അതേപോലെ ദൈവത്തിനെ എല്ലായിടത്തും തിരയുന്നതും, കി ഭഗവാൻ ക്യാഹെ ദൈവം എന്തെന്ന് തിരയുന്നതും, സത്യ ക്യാഹെ സത്യം എന്തെന്ന് തിരയുന്നതും, ജോ ബി സമാജ് വിരോധി മനുഷ്യ വിരോധി മൂല്യ ഹെ രുട്ടിയോം ഹെ, അതായത് സാമൂഹിക വിരുദ്ധമായ മനുഷ്യന്റെ മാനവവിരോധ മൂല്യം, അതായത് മനുഷ്യവിരോധ മൂല്യങ്ങളുള്ള കൺവെൻഷൻസ് എല്ലാം നിരസിക്കുകയും ഉൻകാ ഖണ്ഡൻ കർണ, അതെല്ലാം തന്നെ നിരസിക്കുക, ഓർ അന്തമേ അപ്നെ സേ ഹാരെ കോ ക്ഷമ കർണ, അതായത് ഒടുവിൽ തന്നെ തോൽപ്പിക്കുന്നവരോട് ക്ഷമിക്കുകയും അവരെ ഓർ ഉസേ സഹാരദേന, അങ്ങനെ അവർക്ക് ആശ്രയമാവുകയും ചെയ്യുക. യഹ് സബ് മേരെ ബാൽമൻ കോ ബഹുത് രോമാഞ്ചിത് കർത്താത്ത, ഇതെല്ലാം തന്നെ എൻ്റെ ആ ബാല മനസ്സിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ജബ് ഇസ് സബ്സെ ഥക് ജാത്ത तब फिर बाल सगा और चमचम की पहले पढ़ी हुई കഥായം ദുബാര പഠ, അതായത് ഞാൻ ഈ ബുക്സ് എല്ലാം വായിച്ചതിന് ശേഷം ക്ഷീണിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ആ ബാലസഖ, ആ ചംചം, ആ ചെറിയ ബാലസാഹിത്യ പുസ്തകങ്ങൾ ഞാൻ വീണ്ടും ആദ്യം തൊട്ട് വീണ്ടും വായിക്കുമായിരുന്നു. മാ സ്കൂളിൽ പഠായി പർ ജോർ ദേത്താ താ, അമ്മയ്ക്ക് പക്ഷെ ഞാൻ സ്കൂളിലുള്ള പുസ്തകങ്ങൾ വായിക്കാനും സ്കൂളിലെ പഠിക്കാനുമായിരുന്നു ഇഷ്ടം. ചിന്തിത് രത്തി കി ലഡ്ക കക്ഷ കി കിതാബേ നെഹി പഠിത്ത, അതായത് എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഒരു ടെൻഷനായിരുന്നു, ഞാൻ സ്കൂളിലത്തെ ബുക്സ് വായിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പാസ്സാകും, പാസ് കേസാ ഹോഗ, ഞാൻ എങ്ങനെ ക്ലാസ്സിൽ പാസ്സാകും, കഹിം ഖുദ് സാധു ബൻകർ ഘർ സേ ഭാഗ് ഗയാ തോ, സ്വയം ഒരു സന്യാസിയായി മാറിയിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കളയുമോ എന്നൊക്കെ എൻ്റെ അമ്മയ്ക്ക് പേടിയായിരുന്നു. പിതാ കഹത്തെ ജീവൻ മേം യഹി പഠായി കാം ആയേഗി, അപ്പോൾ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, ജീവിതത്തിൽ ഈ ഒരു റീഡിങ്സ് മാത്രമേ റീഡിങ് ചെയ്യുന്നത് മാത്രമേ അവന് ഉപയോഗപ്രദമാവുകയുള്ളൂ, പഠനേതോ അവനെ വായിക്കാൻ സമ്മതിക്കൂ എന്ന് പറയുമായിരുന്നു. മേ സ്കൂൾ നെഹി ഭേജാ ഗയാത്ത, ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. ശുരു കി പഠായി കെ ലിയെ ഘർ പർ
മാസ്റ്റർ ഗയി थे. ആദ്യം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു മാസ്റ്ററിനെ എൻ്റെ വീട്ടിലേക്ക് വരുത്തുകയായിരുന്നു, ഒരു ടീച്ചറിനെ എൻ്റെ വീട്ടിലേക്ക് വരുത്തുകയായിരുന്നു ചെയ്യുന്നത്. പിതാ नहीं चाहते थे कि नासमझ उम्र में गलत संगति में पढ़कर गाली ഗലൗജ് സീക്കോ. അതായത് എൻ്റെ അച്ഛന് ആഗ്രഹമില്ലായിരുന്നു, അതായത് ഒന്നും അറിയാത്ത നാ സമജ് ഉമ്ര, അതായത് ഒന്നും മനസ്സിലാകാത്ത ഒന്നും അറിയാത്ത ഒരു വയസ്സിൽ ഞാൻ ഗലത് സംഗതി, അതായത് ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ഞാൻ ബാഡ് ലാംഗ്വേജും ബാഡ് ഹാബിറ്റ്സും ചീത്തയായിട്ടുള്ള സംസ്കാരവും പഠിക്കുമെന്നുള്ള പേടി എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അന്ത് മേരി നാം ലിഖായാ ഗയാ. അവസാനമാണ് എൻ്റെ പേര് സ്കൂളിൽ ചേർത്തത്. ജബ് മേം കക്ഷ 2 തക് കി പഠായി ഘർ പർ കർ ചുക്കി തി. അതായത് 2ാം ക്ലാസ് വരെയുള്ള പഠനം ഞാൻ വീട്ടിൽ പഠിച്ചതിന് ശേഷമാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. തീസരെ ദർജമേ, അങ്ങനെ ഞാൻ 3ാം ക്ലാസ്സിലേക്കാണ് ആദ്യമായി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത്. മേം ഭർത്തി ഹുവ, അങ്ങനെ 3ാം ക്ലാസ്സിലാണ് ഞാൻ ചേർന്നത്. ഉസ് ദിൻ ഷാം കോ പിതാ ഉംഗലി പക്കഡ്കർ മുझे घूमने ले गए. അന്ന് വൈകുന്നേരം എൻ്റെ അച്ഛൻ എൻ്റെ കൈ വിരലുകൾ പിടിച്ച് എന്നെ പുറത്തേക്ക് കറങ്ങാനായി കൊണ്ടുപോയി. ലോക്നാഥ് കി एक दुकान था सा अनार का शरबत मिट्टी के कलहड़ में पिलाया. അങ്ങനെ ലോക്നാഥ് എന്ന് പറയുന്ന ഒരു ഷോപ്പില് നല്ല ഫ്രഷ് ആയിട്ടുള്ള അനാറിൻ്റെ സർബത്ത് നല്ല ഏർത്തൻ പോട്ടിലാണ് അന്ന് എനിക്ക് അച്ഛൻ മേടിച്ചു തന്നത്. ഓർ സിർ പർ ഹാത്ത് രഖർ ബോല, എന്നിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, വാദാ കരോ കി പഠിക്കി പുസ്തകവും ബി ഇത്തനാ ഹി ധ്യാൻ സെ പഠിക്കുക. അതായത് എന്നെ കൊണ്ടൊരു പ്രോമിസ് ചെയ്യിക്കുകയാണ് ഉണ്ടായത്. അതായത് ഞാൻ പഠിക്കുന്ന പുസ്തകങ്ങളും ഞാൻ സാധാരണ വായിക്കുന്ന പുസ്തകങ്ങൾ പോലെ അത്ര ശ്രദ്ധയോടെ പഠിക്കും എന്ന് എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചു. മാക്കി ചിന്ത മിട്ടാവുകി, അങ്ങനെ അമ്മയുടെ ടെൻഷൻ എല്ലാം ഞാൻ മാറ്റുമെന്ന് എന്നെ കൊണ്ട് അച്ഛൻ പ്രോമിസ് ചെയ്യിച്ചു. ഉൻക ആശീർവാദ് ഥാ യാ മേരാ ജി തോട് പരിശ്രം, അദ്ദേഹത്തിൻ്റെ ആശീർവാദമാണോ അല്ലെങ്കിൽ എൻ്റെ ഹാർഡ് വർക്കാണോ എന്നറിയില്ല. തീസരെ ചോദ്യമേ മേരെ ഊച്ചേ നമ്പറായ, ഞാൻ 3rd സ്റ്റാൻഡേർഡിലും 4th സ്റ്റാൻഡേർഡിലും നല്ല റാങ്കിങ് പൊസിഷനിൽ, ക്ലാസ്സിൽ ഹൈ ആയിട്ടുള്ള നല്ല റാങ്കിങ് പൊസിഷനിൽ ആയിരുന്നു. ഓർ 5वें में तो मैं ഫസ്റ്റ് ആകെ, അങ്ങനെ 5th സ്റ്റാൻഡേർഡിൽ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റായി. മാനെ ആസു ബർക്കർ ഗലേ ലഗായ, അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയും എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. പിതാ മുസ്കുരാത്തെ രഹേ കുച്ച് ബോലാ നഹി, അച്ഛൻ ചിരിച്ചുകൊണ്ടിരുന്നു, ഒന്നും തന്നെ പറഞ്ഞില്ല. ചൂക്കി അംഗ്രേസി മേ മേരെ നമ്പർ സബ്സെ ജ്യാദാ थे, കാരണം അന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരുന്നത്. അന്ത് സ്കൂൾ സെ ഇനാം മേ 2 അംഗ്രേസി കിതാബേ മിലി, അങ്ങനെ സ്കൂളിൽ നിന്നും എനിക്ക് റിവാർഡായിട്ട് 2 ഇംഗ്ലീഷ് ബുക്സ് കിട്ടി. ഏക് മേ 2 छोटे बच्चे घोंसले के खोज में बागों और कुंजों में भटकते हैं. അതായത് അതിലൊരു ബുക്കിൽ 2 ചെറിയ കുട്ടികൾ നെസ്റ്റ്, കിളികളുടെ നെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗാർഡൻസിലും ഗ്രൂവ്സിലും വാണ്ടർ ചെയ്യുന്നതും, और इससे बहाने पक्षियों की जातियों, उनकी बोलियों, उनकी आदत की जानकारी उन्हें मिलती है. അങ്ങനെ അവർക്ക് പക്ഷികളെ കുറിച്ച്, അവരുടെ സ്പീഷീസിനെ കുറിച്ചും അവരുടെ ലാംഗ്വേജിനെ കുറിച്ചും അവരുടെ ഹാബിറ്റ്സിനെ കുറിച്ചും അറിയാനാകുന്നു. അങ്ങനെ അതാണ് ഫസ്റ്റ് ബുക്ക്. സെക്കൻഡ് ബുക്ക് ദൂസരി കിതാബ് തി ട്രസ് ദി റഗ്, അതായിരുന്നു സെക്കൻഡ് ബുക്ക്. ജിസ്മേ പാനി കി ജഹാസോം കി കഥായൻ തി, അതിൽ വെള്ളത്തിലുള്ള ഷിപ്സിനെ കുറിച്ചിട്ടുള്ള കഥകളായിരുന്നു കൂടുതലും. കിത്തനെ പ്രകാർ കെ ഹോത്തെ തെ, എത്ര തരം കഥകളായിരുന്നു. കോൺ കോൺസ മാൽ ലാദ്കർ ലേത്തെ, അതായത് ഏത് ഷിപ്സാണ്, ഏത് കാഗോസാണ് അത് ക്യാരി ചെയ്യുന്നത്. കഹാം സെ ലാത്തെ, എവിടെ നിന്ന് കൊണ്ടുവരുന്നു. കഹാം ലേ ജാത്തെ, എങ്ങോട്ടേക്കാണ് അത് കൊണ്ടുപോകുന്നത്. നാവികോം കി ജിന്ദഗി, അതായത് നേവിക്കാരുടെ ജീവിതം എങ്ങനെയാണ് ഉണ്ടാവുന്നത്. കേസെ കേസെ ദ്വീപ്, എങ്ങനെയുള്ള ദ്വീപുകൾ അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ്. കേസെ കേസെ ദ്വീപ്, എത്ര തരത്തിലുള്ള ദ്വീപുകളുണ്ട്. കഹാം
വെയിൽ ഹെ കഹാം ഷാർക്ക് ഹോത്തെ ഹെ, എവിടെയൊക്കെയാണ് വെയിൽസ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഷാർക്സ് ഉള്ളത്, ഇതെല്ലാമാണ് ആ ബുക്കിലുള്ളത്. ഇൻ ദോ കിതാബോं ने एक नई दुनिया के द्वार मेरे लिए खोल दिया. ഈ രണ്ട് ബുക്സും എനിക്ക് പുതിയൊരു ലോകം തന്നെ തുറന്നു വന്നു. പക്ഷിയോം സെ ബര ആകാശ് ഓർ രഹസ്യവും സ ബര സമുദ്രം, അതായത് പക്ഷികൾ നിറഞ്ഞ ആകാശവും രഹസ്യങ്ങൾ നിറഞ്ഞ സമുദ്രവും. പിതാനെ अलमारी के एक खाने से अपनी चीजों हटाकर जगह बनाई और मेरी दोनों किताबें उस खाने में रखकर कहा. അതായത് അച്ഛൻ ബുക്ക് ഷെൽഫിന്റെ ഒരു ഭാഗം അദ്ദേഹം ഒഴിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ രണ്ട് ബുക്കും അവിടെ എടുത്തു വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിന്റെ ലൈബ്രറി ആണെന്ന് പറഞ്ഞു. ആജ് സേ യഹ് ഖാന തുമാരെ ഹെ, അതായത് ഇന്നു മുതൽ ഈ സെക്ഷൻ നിന്റെയാണ്. കിതാബോങ്ക, നിന്റെ ബുക്സിന്റെ ആണ് ഈ ഒരു സെക്ഷൻ. യഹ് തുമാരി അപ്നി ലൈബ്രറി ഹെ, ഇത് നിന്റെ സ്വന്തം ലൈബ്രറിയാണ്. യഹാം സെ ആരം ഹുയി ഉസ് ബച്ചയ്ക്ക് ലൈബ്രറി, അവിടെ തൊട്ടാണ് ഈ കുട്ടിയുടെ ലൈബ്രറി തുടങ്ങുന്നത്. ബച്ചെ കിഷോർ ഹുए, സ്കൂൾ സെ കോളേജ്, കോളേജ് സെ യൂണിവേഴ്സിറ്റി गया, डॉक्टर हासिल की, यूनिवर्सिटी में अध्यापन किया, अध्यापन छोड़कर इलाहाबाद में बम्बई आया, संपादन किया, उसी अनुपात में अपना लाइब्रेरी के विस्तार करता रहा. അതായത് ഈ കുട്ടിയുടെ ലൈബ്രറി അന്ന് മുതലാണ് ആരംഭിച്ചത്. ഈ കുട്ടി ടീനേജറായി, ടീനേജറിൽ നിന്നും സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്നും കോളേജിലേക്ക്, കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് ഡോക്ടറേറ്റ് എടുത്തു, യൂണിവേഴ്സിറ്റിയിൽ ടീച്ചറായിട്ട് അധ്യാപനം ചെയ്തു. അധ്യാപനം ചോഡ്കർ ഇലഹബാദ് में ബംബൈ ആയ, അതായത് അധ്യാപനം എന്ന് പറഞ്ഞ ആ ജോലി ഉപേക്ഷിച്ച് ഇലഹാബാദിൽ നിന്നും ബോംബെയിലേക്ക് വന്നു. ബോംബെയിലേക്ക് വന്നതിന് ശേഷം അവിടെ എഡിറ്റിംഗ് ചെയ്തു. സമ്പാദൻ കിയ, ഉസി